ശുഭവരദായിനി കോയിക്കലെഴും ശിവജേ സുഖദേ വരമരുളൂ. താങ്ക്സ് മോനെ. അത് നമ്മുടെ പ്രഭാകരന്റെ മോനല്ലേ? അതെ അതെ. ഏത് നമ്മുടെ മയ്യത്ത് വീട്ടിലെ പ്രഭാകരന്റെ മോൻ? മയ്യത്തല്ലടാ, മൈഹട്ട്. എന്റെ കുടിൽ പ്രഭാകരന് ഇംഗ്ലീഷ് പണ്ടേ വീക്ക്നെസ്സാ. നീയാണ് ഇംഗ്ലീഷിന് വീക്കും. പൂവർ ഫെല്ലോ. പിന്നെ ഒരു വീക്കാൻ അങ്ങോട്ട് വെച്ചേരും. മനസ്സിലാകുന്ന പേരിടണം വീടിന്, അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം ഇംഗ്ലീഷ് പഠിപ്പിക്കല്ലോ വേണ്ടത്. എന്താണല്ലേ ഈ ചെറുക്കൻ ഇത്തിരി ജാടയാ. അവനെ പോലെ ഇത്രയും മര്യാദക്കാരനായ പയ്യൻ ഈ നാട്ടിലില്ലെന്ന ആൾക്കാർ പറയുന്നു. നാട്ടുകാർ? ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. അവൻ ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. അത് നീ സ്ഥിരമായിട്ടേ ഹെൽമെറ്റ് നോക്കി ഓസിന് പോകണ്ട. ലിഫ്റ്റ് ബാബു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാട്ടുകാർ നിന്നെ അറിയൂ. ഒന്ന് പോടാ. ഞാൻ ആഴ്ചയിൽ ഓരോരുത്തരെയാണ് ആശ്രയിക്കാറ്. തിങ്കളാഴ്ച സുമേഷ്, ചൊവ്വാഴ്ച രാജേഷ്, ബുധനാഴ്ച ജബീഷ്. അല്ലാണ്ട് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല. ഞാൻ അഭിമാനിയാടാ, അഭിമാനി. ആഹാ, ഇതിനൊക്കെ നീ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇനി ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവന്റെ പുറകെ കയറി പോകുന്നത്. എന്നാലും ചറുപുറ വർത്താനം പറഞ്ഞിട്ട് ചെറുക്കന് ഇവന് ഏതാണ്ട് PSC ലിസ്റ്റ് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ സർക്കാർ ജോലിക്കാരനാകാൻ പോകുന്നതിന്റെ ഗമയായിരിക്കും. തയ്യക്കാര് സുമതിക്കേ നീ മോശം മെസ്സേജ് അയച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നല്ലോ. ചെറുക്കൻ ചിലപ്പോ അതറിഞ്ഞു കാണും. അവന്റെ അമ്മായി നീ എങ്ങനെ? സുമതി അവളുടെ അനിയത്തി ജാനുവിനോട് പറഞ്ഞു. ജാനുവുമായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റാറുണ്ട്. നീ മാത്രമല്ല, നാട്ടിലെ കുറെ ഉണ്ട്. അവളെ ട്യൂൺ ചെയ്യാൻ നടക്കണവന്മാരുടെ ഒക്കെ കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു പുരുഷ സ്വാശ്രയ സംഘമാക്കി രജിസ്റ്റർ ചെയ്യാൻ പോണെന്നാ ഞാൻ കേട്ടത്. നീ ഇമ്മനെ കൊണ്ട് പേര് കൊടുത്തോട്ടെ. ആണോ? ആ പയ്യൻ തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് അവനോട് തന്നെ നേരിട്ട് ചോദിക്കാം. വേണ്ട, എനിക്ക് അവനോട് മിണ്ടാൻ തന്നെ ഇഷ്ടമല്ല. ഒരു സംശയം ചോദിക്കാനാണ് കൈ കാണിച്ചു. എന്താണ്? എന്ത് പറ്റി? എന്നാലും 3-4 കിലോമീറ്റർ തന്നെ നീ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു അക്ഷരം നീ എന്നോട് മിണ്ടിയില്ല. ഓ അതോ, ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഇപ്പോൾ സംസാരിക്കരുതെന്നാ സർക്കുലർ. വണ്ടി ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ പോകും അത്രേ. മിണ്ടിയ ഫൈനാ. അതാ ഞാൻ പോട്ടെ. അപ്പൊ MBD ആണ് പ്രശ്നം. നമ്മുടെ വെഹിക്കിളേ അത്ര ഉള്ള കാര്യം. നമ്മള് വെറുതെ കാടി കയറി ഓരോന്നൊക്കെ ചിന്തിച്ച്. ആര്? നീ കാട് കയറി ചിന്തിച്ചെന്ന് പറ. അവന്റെ ഒരു ജാനും വാട്സപ്പ് ഗ്രൂപ്പും. ശിവസുതഭദ്രേ നീ കാത്തിടണേ, പുണ്യാമൃതമന്ത്ര പൊരുളായി വിളങ്ങുന്ന ശിവസുതഭദ്രേ നീ കാത്തിടണേ. പൊങ്കാലയിടും മടിയന്റെ മനതാരിൽ പൊന്നൊളി തൂകുന്ന ഭവനയ രൂപിണി